കൊടുക്കുന്നതാണ്. അതാണ് മൂന്നാമത്തെ അർത്ഥം. നാലാമത്തെ അർത്ഥം കുന്തുലഹു ഫിൻ നുസ്റതി കസമ്മിഹി വബസരിഹി വയദിഹി വരിജ്ലിഹി ഫിൽ മുആവലതി അലാ അദുബിഹി. അവന്റെ ശത്രുവിനെതിരിൽ സഹായിക്കുന്ന കാര്യത്തിൽ അവന്റെ സഹായിക്കുന്ന കാര്യത്തിൽ അവന്റെ കാതുപോലെ, കണ്ണുപോലെ, കയ്യുപോലെ, കാലുപോലെ ഞാൻ അവനെ സഹായിക്കും. എത്രമാത്രം അവന്റെ കയ്യും കാലും ഒക്കെ അവന് സഹായകമാവോ അതുപോലെ ഞാൻ അവനെ സഹായിക്കുന്നതാണ് അള്ളാഹു പറഞ്ഞത്. അഞ്ചാമത് അള്ളാഹു ഈ ഹദീസിൽ പറയുന്നത് കുന്തു ഹാഫിലൻ സംഅഹു അല്ലദീ യസ്മഉ ബിഹി. അവൻ കേൾക്കുന്ന കാതിന്റെ സംരക്ഷകൻ ഞാനാകും. ഫലാ യസ്മഉ ഇല്ലാ മാ യഹില്ലു ലഹു സിമാഉഹു. അവൻ അള്ളാഹു അനുവദിച്ചതല്ലാതെ അവൻ കേൾക്കൂല. വഹാഫിള ബസരിഹി കദാലിക. അവന്റെ കാതുകൊണ്ട് അള്ളാഹു അനുവദിച്ചതല്ലാതെ അവൻ കാണുകയില്ല. കാതിന്റെയും സംരക്ഷകൻ ഞാനാകും. ഇതൊക്കെയാണ് മുസ്ലിം ലോകം പറഞ്ഞതിന്റെ അർത്ഥം. മുസ്ലിം ലോകം എങ്ങനെയൊക്കെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത്? അല്ലാതെ ഒരാൾ അള്ളാഹുവിന് കൂടുതൽ ഇബാദത്തെടുത്താൽ, ഫർളുകൾക്ക് ഓർമ്മ സുന്നത്തെടുത്താൽ അയാൾ ദൈവാവതാരമാകുമെന്ന വാദം അഹ്ലുസുന്നത്തിന്റെ വാദമല്ല. വാക്കുകൾ പരിഗണിക്കപ്പെടുന്ന പണ്ഡിതന്മാർ അവരെല്ലാവരും യോജിച്ചിട്ടുണ്ട്. അലാ അന്ന ഹാദാ മജാസും വകിനായ. ഈ ഹദീസിൽ പറയുന്നത് മജാസാണ്, ആലങ്കാരികാർത്ഥമാണ്. വകിനായത്തുൻ വ്യംഗ്യാർത്ഥ പ്രയോഗമാണ്, അക്ഷരാർത്ഥത്തിലല്ല. വൽഇത്തിഹാദിയത്തു സമ്മു അന്നഹു അലാ ഹഖീഖതിഹി. അദ്വൈതവാദികൾ പറഞ്ഞിട്ടുണ്ട്, ഫളലുല്ലാനെ പോലത്തെ അദ്വൈതവാദികൾ പറഞ്ഞിട്ടുണ്ട് അത് അക്ഷരാർത്ഥത്തിലാണ്. ഒരു വലിയന്റെ കാലല്ലാകുക അതിലെന്താ സംശയം, കയ്യല്ലാകുക അതിലെന്താ സംശയം. അപ്പൊ കാലും വന്നെ, കയ്യും വന്നെ, കാലും വന്നെ. ഈ ലൈംഗികാവയവങ്ങളുടെ അല്ലേന്ന് പറഞ്ഞാളാ ഉളുപ്പ് കെട്ടവൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്വത്തിന് യോജിക്കാത്ത രൂപത്തിൽ റസൂലുള്ളാഹിന്റെ ഹദീസിനെ വ്യാഖ്യാനിക്കുക. നോക്ക് നിങ്ങൾ, ഇതിനാ പറഞ്ഞത് പണ്ഡിതന്മാരതൊന്നും എനിക്ക് കേൾക്കണ്ട. പണ്ഡിതന്മാരത് കേട്ടാൽ താൻ അദ്വൈതവാദിയാണെന്ന് തെളിയും. അതുകൊണ്ട് തന്നെ വായിക്കണ്ടെന്ന് പറഞ്ഞത്. വൽഇത്തിഹാദിയത്തു സഅമു. അദ്വൈതവാദികൾ ജൽപ്പിച്ചിട്ടുണ്ട് അന്നഹു അലാ ഹഖീഖതിഹി. കണ്ടോ, വലിയ അള്ള കാണുന്ന പോലെ കാണും, വലിയ അള്ള കേൾക്കുന്ന പോലെ കേൾക്കുന്ന അദ്വൈതവാദമാണ്, അവതാരവാദമാണ്. അത് ഇസ്ലാമിന്റെ മേൽ പ്രചരിപ്പിക്കുന്ന തരീഖത്തുകാര്. നിങ്ങൾക്ക് അഹ്ലുസുന്നത്തിന്റെ ആളുകളെന്ന് അവകാശപ്പെടാൻ തെല്ലും അർഹതയില്ല. മാത്രല്ല, നിങ്ങൾ പറയുന്ന പോലെയാണെങ്കിൽ ആ ഹദീസിന്റെ അവസാനം എന്താ? വലയിൻ സഅലനീ ലൗ ഉതിയന്നഹു. ആ അടിമ, എന്നിലേക്ക് അടുത്ത അടിമ എന്നോട് എന്ത് ചോദിച്ചാലും ഞാൻ അവന് കൊടുക്കും. താൻ തന്നെ ദൈവമായ പിന്നെ എന്തിനാണോ ചോദിക്കുന്നത്? അള്ളാന്റെ കാതു അള്ളാന്റെ കയ്യൊക്കെ കിട്ടിയാ പിന്നെ ദൈവിക ശക്തി ലഭിച്ചില്ല, പിന്നെ എന്തിനാ ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? വലയിൻ ഇസ്തഅദനീ ലൗ ഉഇദന്നഹു. അവൻ എന്നോട് സഹായം തേടിയാൽ, അഭയം ചോദിച്ചാൽ ഞാൻ അവന് അഭയം കൊടുക്കും. എന്തിനാ അഭയം ചോദിക്കണത്? അള്ളാന്റെ കഴിവ് തനിക്ക് കിട്ടിയില്ലേ, താൻ ദൈവാവതാരമായി മാറിയില്ലേ? ഈ തരത്തിലുള്ള അവതാരവാദമാണ് നിങ്ങൾ അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ രൂപത്തിലുള്ള ഒരുപാട് വാദങ്ങൾ, സമയം വൈകിയത് കൊണ്ട് ചില കാര്യങ്ങളൊന്നും പറയാൻ എനിക്ക് അവസരം കിട്ടിയിട്ടില്ല. ഒരു കാര്യം മാത്രം പറയാണ്. ഞാൻ പറഞ്ഞിരുന്നു, മുഹ്യിദ്ദീൻ മാലയുടെ 400-ാം വാർഷികം ആഘോഷിച്ച ഹരത്തിലാണ് ഇപ്പോൾ നമ്മൾ ആലുവ സുൽത്താന്റെ ആളുകളെന്ന്. അതിനുപരി മറുപടി പറയാ, അതിനെന്താ നിങ്ങൾ ഉമർ മൗലവിന്റെ മാലയും ചൊല്ലിയിട്ടില്ലേ? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഉമർ മൗലവിയെ കുറിച്ച് ഒരാൾ ഉമർ മൗലവിയെ കുറിച്ച് പ്രശംസിച്ചുകൊണ്ട് അയാളുടെ മരണശേഷം ഒരു കവിത എഴുതി. ചില ആൾ മലയാളത്തിൽ എഴുതി, ചില ആൾ അറബിയിൽ എഴുതി. അനുസ്മരണങ്ങൾ കവിതയിലൂടെ ഉണ്ടാകുമല്ലോ. അപ്പൊ അത് അത്ര സൂക്ഷ്മതയില്ലാത്ത ഈ കവിത എന്ന് പറഞ്ഞാൽ തന്നെ കുറച്ച് വലിച്ചു നീട്ടുമല്ലോ. അതിൽ കുറച്ച് വർണ്ണനകളൊക്കെ കൂടിയിരുന്നു. അത് ശ്രദ്ധിക്കാതെ ഇസ്ലാഹ് മാസികയിൽ അച്ചടിച്ചു വന്നു. അത് തെറ്റാണെന്ന് ഞങ്ങൾ പറയും ചെയ്തു. അത് വരാൻ പാടില്ലാത്തായിരുന്നു. പക്ഷേ അത് ഞങ്ങളൊരു മാല പോലെ മൗലീദ് പോലെ കൊണ്ടെടുക്കുന്നുണ്ടോ? ഏതെങ്കിലും 10,000-കണക്കിന് മുജാഹിദ് കുടുംബത്തിലെ കേരളത്തിൽ ഏതെങ്കിലും ഒരു കുടുംബം ഒന്നൊക്കെ ഉണ്ടാക്കി മുസല്ലൊക്കെ വെച്ച് ആ ഉമർ മൗലിന്റെ മാല നിർത്താ, എന്നിട്ട് ഇങ്ങനെ ടവലൊക്കെ ഇട്ടിട്ട് ചന്ദനത്തിരിയൊക്കെ കത്തിച്ചിട്ട് ഇങ്ങനെ പാടി തന്നെ ഒരൊറ്റ ആളുങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമോ? നിങ്ങൾ മുഹ്യിദ്ദീൻ മാല സത്യസമ്പൂർണ്ണാണ്. മൊഴിയൊന്നും കളയാതെ ഫിണയാതെ സ്വന്നോർക്ക് മണിമാടം സ്വർഗത്തിൽ ന്യായം കൊടുക്കുമേ. ഒരു മൊഴിയും കളയാതെ തെറ്റുകൂടാതെ ചെല്ലിയാൽ സ്വർഗത്തിൽ നല്ല പാലസ് കിട്ടുന്നാ പറയുന്നത്. ഉറക്കമൊഴിച്ച് മഞ്ഞുകൊണ്ട് നമ്മൾ ഇരിക്കുന്ന സ്വർഗത്തിൽ ഒന്ന് നിൽക്കാൻ സീറ്റിട്ടെങ്കിൽ വിചാരിച്ചിട്ടാ മണിമാടമാണ് കിട്ടുന്നാണ്. അതാണ് നിങ്ങൾ മുഹ്യിദ്ദീൻ മാല കൽപ്പിക്കുന്ന സ്ഥാനം. എന്റെ വചനത്തെ പൊയ്യൊന്ന് ചൊല്ലുകിൽ അപ്പോഴേ കൊല്ലുന്ന നന്ദി ഞാനെന്നോവർ. കണ്ടോ, എന്റെ വചനം തെറ്റാണ്, മുഹ്യിദ്ദീൻ മാല തെറ്റാണെന്ന് പറഞ്ഞാൽ സഡൻ ആക്ഷനാണ്, അപ്പൊ തന്നെ കൊന്നുകളയും. ഞാനൊക്കെ എന്ത് തട്ടിപ്പോണ്ട ആളറിയോ? മുജാഹിദ് പണ്ഡിതന്മാരൊക്കെ
അപ്പൊ വചനം ഫയ്യാണെന്ന് തന്നെ തെളിവാ അല്ലേ? 16 വയസ്സിൽ തുടങ്ങിയ പണിയാത്, വയസ്സ് 40 കഴിഞ്ഞു. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയും, എന്റെ വചനത്തെ ഫയ്യെന്ന് ചൊല്ലുകിൽ അപ്പോഴേ കൊല്ലുന്ന നന്ദി ഞാനെന്ന്. അവരുടെ ദിനയും ശേഷം ദുനിയാവേയും ആഖിറം തന്നെയും പോക്കും ആദെന്നോവർ. ഒക്കെ ഓവറായ വർത്താനങ്ങളാ, ഒതുങ്ങിയ വർത്താനൊന്നും ഉണ്ടാവില്ല. അവരെ ദീനും ദുനിയാവും പോക്കും. പിന്നെ എന്തിനാ ആഖിറം പോക്കണേ? ദീനും ദുനിയാവും പോക്കി പിന്നെ ആഖിറം പോയില്ലേ? അപ്പൊ അങ്ങനത്തെ പൊട്ടത്തരം നിങ്ങൾ വലിയ ബഹുമാനപ്പെട്ട ഗ്രന്ഥമായിട്ട്, പുണ്യഗ്രന്ഥമായിട്ട് അതിന്റെ അതബുകൾ, വയ്യതിമാല ചെലങ്ങി ചില അതബുകളൊക്കെ ഉണ്ട്. വൃത്തിയുള്ള സ്ഥലമായിരിക്കണം, ഹംദും സലാത്തും വേണം, അങ്ങനെ ഒരുപാട് നിബന്ധനകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനത്തെ ഒരു പുണ്യ കിതാബായിട്ടോ പുണ്യ കവിതയായിട്ടോ ഉമർ മൗലവിയെ കുറിച്ചുള്ളത് നിങ്ങൾ പറയുമ്പോഴാ ഞങ്ങളും കൂടി എടുത്തു നോക്കണേ. അങ്ങനൊന്നും ഉണ്ടില്ലേ? മനസ്സിലായില്ലേ? അപ്പൊ അതെല്ലാം നിങ്ങൾക്ക് നുങ്ങിച്ചാകാൻ നിൽക്കുന്നവൻ വൈക്കോത്തിരുമ്പ് കണ്ടാലും പിടിച്ചു തൂങ്ങലോ. അതാണ് പതിരുന്നത്. അതൊന്നും നിങ്ങളെ രക്ഷിക്കൂല. ഇങ്ങനത്തെ എത്ര ഫൈസികളും സക്കാഫികളും ഒക്കെ കഴിഞ്ഞുപോയി ഈ സമുദായത്തിൽ. പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ മുതൽക്ക് ഇങ്ങോട്ട് കൂട്ടിക്കോ, ശ്രീമാൻ കാന്തപുരം വരെ. എന്നിട്ട് ഇവിടെ എന്തെങ്കിലും നടന്നോ? എന്നിട്ട് ആ ആലുവ സുൽത്താൻ അല്ലെങ്കിൽ ആലുവ സുൽത്താന്റെ ആളുകൾ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊന്നും പ്രശ്നമല്ല, ഞങ്ങൾ ആര് വരട്ടെ, നിങ്ങൾ എല്ലാരും കൂടി വന്നാലും അല്ലാഹു സുബ്ഹാനഹു തആലാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് അവന്റെ ഖുർആനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹീഹായ ഹദീസ് കൊണ്ടും ഇസ്ലാമിന്റെ സത്യങ്ങൾ ഞങ്ങൾ വിളിച്ചു പറയും. എതിർത്തവന്റെ ചെറുപ്പ വലിപ്പങ്ങൾ ഞങ്ങൾ പ്രശ്നമാക്കുകയില്ല. അത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അസത്യത്തെ അസത്യമായി തിരിച്ചറിഞ്ഞ് പരിത്യജിക്കുവാൻ റഹ്മാനായ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദിൽ അശ്ശിർക വൽ മുശ്രിക്കീൻ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. വസല്ലല്ലാഹു അലാ റസൂലിന അൽ മുസ്തഫ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹാബതിഹി അജ്മഈൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. السلام عليكم ورحمة الله.